ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് മുൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. നിർമ്മലനും നിഷ്കളങ്കനും ബലഹീനനുമല്ലാത്ത നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥ അണയ്ക്കുന്ന മഹാപുരോഹിതനായ യേശു കർത്താവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു വരികയാണ്. ആ ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇസ്രായേലിൽ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുമ്പോൾ അന്നത്തെ ജൂതമത പണ്ഡിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെ സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടെ യേശുവിനെ നോക്കി. അതിനൊരു കാരണം, യേശുവിന് അവരുടെ കാഴ്ചപ്പാടിൽ പൗരോഹിത്യമുണ്ടായിരുന്നില്ല. പൗരോഹിത്യ ശുശ്രൂഷയോ അധികാരവുമില്ലാത്ത കർത്താവായ യേശു എന്തുകൊണ്ട് തങ്ങളുടെ പുരോഹിതന്മാർക്കെതിരായിട്ട് പ്രസംഗിക്കുന്നു? തങ്ങളുടെ ആലയത്തിലേക്ക് കയറി വന്ന് അവിടെ അധികാരം നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അതെ, ജൂതന്മാരുടെ ചിന്തയിൽ ലേവിയ പൗരോഹിത്യ പ്രകാരം യേശുവിന് പൗരോഹിത്യമില്ലായിരുന്നു. ആ നിലയിലുള്ള പൗരോഹിത്യമല്ല യേശുവിൻ്റെ പൗരോഹിത്യം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ സത്യം നിലവിൽ നിൽക്കുമ്പോൾ തന്നെ അഹരോന്യ പൗരോഹിത്യം യേശു സ്വീകരിച്ചതായും യേശു അത് ശിഷ്യന്മാർക്ക് കൊടുത്തതായും ശിഷ്യന്മാർ ഇന്നുള്ളവർക്ക് കൊടുത്തതായിട്ടും അവകാശപ്പെടുകയും അത് വളരെ മനോഹരമായി പാടുകയും ചെയ്യുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആധികാരികമായ പഠനം നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ലേവിയ പൗരോഹിത്യം അഥവാ അഹരോന്യ പൗരോഹിത്യം ദൈവം ലേവ്യർക്ക് കൊടുത്ത ഒരു പൗരോഹിത്യമാണ്. അത് മാനുഷികമായി ഉണ്ടായതോ വിജാതീയ മാർഗങ്ങളിൽ നിന്ന് വന്നതോ അല്ല. ദൈവം കൊടുത്തതും തിരുവചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതുമായിട്ടുള്ള പൗരോഹിത്യമാണ് അഹരോന്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവിയ പൗരോഹിത്യം. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. അവയെ നിന്ദിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ അത് യേശു സ്വീകരിച്ചു എന്നും യേശു ശിഷ്യന്മാർക്ക് കൊടുത്തുവെന്നും ശിഷ്യന്മാർ തങ്ങൾക്ക് നൽകിയുമെന്നുള്ള അവകാശവാദം ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. ലേവ്യ പൗരോഹിത്യം ലേവ്യർക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 13 മക്കൾ. ഈ 12 ആൺമക്കൾ വർദ്ധിച്ചു പെരുകി ഗോത്രങ്ങളായി, അവർ ഗോത്ര തലവന്മാരായി. അതിൽ യാക്കോബിൻ്റെ ഒരു മകൻ്റെ പേരാണ് ലേവി. ആ ലേവിക്ക് മക്കൾ ജനിച്ചു, അവരൊരു ഗോത്രമായി തീർന്നു. അതാണ് ലേവിയ ഗോത്രം. അവർക്ക് ദൈവം കൊടുത്തതാണ് പൗരോഹിത്യം. മറ്റ് അന്യരാരും ആ പൗരോഹിത്യം സ്വീകരിക്കരുതെന്നും കൊടുക്കരുതെന്നും, അങ്ങനെ സ്വീകരിച്ചാൽ അവരെ വധിക്കണമെന്നും ന്യായപ്രമാണത്തിൽ നിയമമുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ
10-ാം വാക്യം. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ മക്കളായ രൂബേൻ്റെ കുടുംബത്തിൽ നിന്നോ, നപ്താലിയുടെ കുടുംബത്തിൽ നിന്നോ, ദാൻ്റെ കുടുംബത്തിൽ നിന്നോ, യഹൂദയുടെ കുടുംബത്തിൽ നിന്നോ ഒരാൾ ഈ ശുശ്രൂഷ ഏൽക്കുവാൻ പാടില്ല. ലേവ്യർ മാത്രമായിരിക്കണം ഈ പൗരോഹിത്യം സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ മകനായ ലേവിയുടെ മക്കൾക്ക് മാത്രം കൊടുത്തിട്ടുള്ളതാണ് ലേവ്യ പൗരോഹിത്യം. അന്യർ ഇത് സ്വീകരിക്കാൻ വന്നാൽ അവർ വധിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം. യേശു കർത്താവ് യഹൂദാ ഗോത്രത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് ലേവ്യർ യേശുവിന് പൗരോഹിത്യം കൊടുത്തില്ല. യേശു ലേവ്യരിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചുമില്ല. കാരണം അത് ദൈവവചനത്തിന് വിരുദ്ധമായതുകൊണ്ടാണ്. മാത്രമല്ല, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേക വസ്ത്രം, ഏതെല്ലാം വസ്ത്രം ധരിക്കണം, അതിനെന്തെല്ലാം നൂലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി ദൈവവചനത്തിൽ രേഖയുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിൻ്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ എന്നിവ എടുക്കണം. വാക്യം 6. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 9-ാം വാക്യം. അതുകൂടാതെ 2 ഗോമേദക കല്ലുകളെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അത് പൊൻതടങ്ങളിൽ പതിച്ചിരിക്കണം. കല്ല് 2 ഏഫോദിൻ്റെ ചുമൽ കണ്ടങ്ങളിൽ മേൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി വെക്കണം. വാക്യം 17. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തത് നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്യരാഗം, ഗോമേദകം, സൂര്യകാന്തം. അവ അതാത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ, ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ അവരുടെ വേഷം എന്തായിരിക്കണം? ആ വസ്ത്രത്തിന് ഉപയോഗിക്കുന്ന നൂലുകൾ എന്തായിരിക്കണം? അവരുടെ ചുമൽ കണ്ടങ്ങളിൽ 2 ഗോമേദക കല്ലുകൾ പതിക്കണം. അവരുടെ ഈ നെഞ്ചിൽ 12 രത്നക്കല്ലുകൾ പതിക്കണം. അവരുടെ നീളക്കുപ്പായത്തിൻ്റെ അടിയിൽ മണികൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കർത്താവിന് തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള പൗരോഹിത്യ വസ്ത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 5 കൂട്ടം വസ്ത്രം യേശു കർത്താവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 4 പടയാളികൾ അങ്കിക്ക് വേണ്ടി ചീട്ടിടേണ്ടി വന്നത്. 5 കൂട്ടം വസ്ത്രങ്ങൾ 4 പേരും ഓരോന്നായി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അങ്കി ശേഷിച്ചു. അത് പിന്നീട് അവർ ചീട്ടിടുകയാണ് ഉണ്ടായത്. അത് സ്വർണ്ണ നൂലുകൊണ്ടോ ധൂമ്ര നൂലുകൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ വസ്ത്രമൊന്നും കർത്താവ് ധരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള വസ്ത്രമൊന്നും തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തിരുന്നുമില്ല. ക്രിസ്തു അഹരോന്യ ക്രമപ്രകാരം ഒരു പുരോഹിതനായിരുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചില്ല. അതിൻ്റെ ആവശ്യം കർത്താവിനുണ്ടായിരുന്നില്ല. അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും കൊടുത്തില്ല. അതിൻ്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ ലേവ്യ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ
പുരോഹിതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രാകാരം, അവരുടെ വിശുദ്ധ സ്ഥലം, അവരുടെ അതിവിശുദ്ധ സ്ഥലം, ഇതാണ് അവരുടെ ആരാധനാലയം. അവരുടെ പ്രാകാരത്തിൽ യാഗങ്ങൾ നടക്കും. ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം തുടങ്ങിയ യാഗങ്ങളാണ്. ആ യാഗങ്ങളിൽ കാളയെയും ആടിനെയും പ്രാവിനെയും ഒക്കെ ഉപയോഗിക്കും. അവയെ അറുക്കേണ്ടതും അവയുടെ തോല് ഉരിക്കേണ്ടതും അവയെ ഖണ്ണം ഖണ്ണമായി മുറിക്കേണ്ടതും അതൊക്കെ യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കേണ്ടതുമായിട്ടുള്ള ശുശ്രൂഷയാണ് പുരോഹിതന്മാർക്കുള്ളത്. കാഴ്ചയപ്പത്തിൻ്റെ മേൽ മേശ അടുക്കി വെക്കുക, വിളക്കിൽ എണ്ണ ഒഴിക്കുക, അതിൻ്റെ കരിന്തിരി മുറിച്ച് കളയുക, വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് യാഗരക്തവുമായി കടന്നു ചെന്ന് കൃപാസനത്തിൽ തണിച്ച് മധ്യസ്ഥ അണയ്ക്കുക. ഇതൊക്കെയായിരുന്നു ലേവ്യ പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ. ഇതൊന്നും നമ്മുടെ കർത്താവ് ചെയ്തിട്ടില്ല. ഒരു മൃഗത്തെയും യാഗം കഴിച്ചിട്ടില്ല. ഒന്നിൻ്റെയും രക്തം ചൊരിഞ്ഞിട്ടില്ല. മാത്രമല്ല, ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് താൻ കടന്നുപോയിട്ടില്ല. താൻ പള്ളികളിൽ കടന്നുപോയി ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടെന്നാൽ പൗരോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് യെരുശലേം ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് താൻ പോയതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നില്ല. താൻ ഒരിക്കൽ ചെന്ന് ആ ദേവാലയത്തിലെ കച്ചവടക്കാരെയെല്ലാം ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കുന്ന രംഗമാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. മഹാപുരോഹിതന്മാർ നാം മുൻപ് വായിച്ചതുപോലെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവിടെ അപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇസ്രയേലിലെ മഹാപുരോഹിതൻ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുകയോ മരിച്ചൊരു വീട്ടിൽ പോകുവാനോ അനുവാദമുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ലേവ്യ പുസ്തകം 21:10 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്ത് ഇറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ഇത് വളരെ കൃത്യമായി വ്യക്തമായി ദൈവം കൽപ്പിച്ച വചനങ്ങളാണ്. മഹാപുരോഹിതൻ ദേവാലയം വിട്ട് പുറത്തു പോകരുത്. അവൻ്റെ ശുശ്രൂഷ കാലയളവിൽ അവൻ ശവത്തോടടുക്കരുത്, മരണ വീട്ടിൽ പോകരുത്, ശവസംസ്കാരം നടത്തരുത്. ഇതവരോടുള്ള കൽപ്പനയാണ്. എന്നാൽ യേശു കർത്താവ് യായോറസിൻ്റെ മകൾ മരിച്ചപ്പോൾ ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയെ ഉയർപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ലാസർ മരിച്ചപ്പോൾ ബെഥാനിയിൽ ആ വീട്ടിൽ ചെല്ലുന്നതും ആ കല്ലറയ്ക്കൽ ചെല്ലുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമ പുരോഹിതന്മാരും യേശു കർത്താവും ഒന്നും മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുള്ള ശുശ്രൂഷകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മഹാപുരോഹിതന്മാർ ഒരു ശവസംസ്കാരങ്ങളിലും പങ്കെടുക്കുകയുമില്ലായിരുന്നു. ഒരു മൃതശരീരവും അവരുടെ ആലയത്തിൽ, അവരുടെ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ലായിരുന്നു. എന്നാൽ യേശു അതിന് വിരുദ്ധമായി മരണ വീട്ടിൽ പോകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. കാരണം തൻ്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യം ആയിരുന്നില്ല. താൻ യോഹന്നാനിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചില്ല. താൻ തൻ്റെ ശിഷ്യന്മാർക്ക് പൗരോഹിത്യം കൊടുത്തതുമില്ല. പിന്നെ ഏതായിരുന്നു യേശുവിൻ്റെ പൗരോഹിത്യം? എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കാം. ലേവ്യ പൗരോഹിത്യത്തിൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചുവെന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച്
ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്തതും ജീവൻ്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. ഇവിടെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യേശു അഹരോന്യ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല എന്ന് ബൈബിൾ കൃത്യമായി എഴുതിയിരിക്കെ, മോശെ അഹരോനും ഇങ്ങനെ കൊടുത്ത് സക്രിയാവിനും, സക്രിയാവ് യോഹന്നാനും, യോഹന്നാൻ യേശുവിനും, യേശു ശിഷ്യന്മാർക്കും, ശിഷ്യന്മാർ ഇന്നുള്ളവർക്കും കൊടുത്തു എന്ന് പാടുന്ന പാട്ട് തികച്ചും ദൈവ നിന്നയല്ലേ, ബൈബിൾ വിരുദ്ധമല്ലേ എന്ന് ക്രൈസ്തവ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കേണ്ടതാണ്, തെറ്റ് തിരുത്തേണ്ടതാണ്. സക്രിയാവ് മഹാപുരോഹിതനായിരുന്നു, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹാപുരോഹിതൻ. പക്ഷേ അദ്ദേഹം തൻ്റെ മകൻ സ്നാപക യോഹന്നാന് പൗരോഹിത്യം കൊടുത്തില്ല. അത് സ്വീകരിക്കാൻ അദ്ദേഹം നിന്നുമില്ല. താൻ ഒരിക്കലും പുരോഹിതനാണെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്നാപക യോഹന്നാൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊന്നും പൗരോഹിത്യ വസ്ത്രം ആയിരുന്നില്ല. ആ യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു എന്നുള്ള സത്യമാണ്. പൗരോഹിത്യം സ്വീകരിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയും തികച്ചും ദൈവദിനത്തിന് വിരുദ്ധവുമായ ഒരു കള്ളക്കഥയാണത്. അത് യേശുവിനെ അപമാനിക്കുന്നതാണ്. ഇനി നമുക്ക് യേശുവിനെയും യേശുവിൻ്റെ സഭയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരെ പുരോഹിതന്മാരാക്കിയോ അല്ലെങ്കിൽ അവർക്ക് പൗരോഹിത്യം കൊടുത്തുവോ എന്ന് നമുക്കൊന്ന് നോക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11 മുതലുള്ള വാക്യങ്ങൾ. യേശു ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവവൃത്തനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. പഴയ നിയമസഭയ്ക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു തൻ്റെ സഭ സ്ഥാപിച്ചപ്പോൾ അവിടെ പുരോഹിതന്മാരെയല്ല നിയമിച്ചത്, അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകരെയുമാണ് നിയമിച്ചത്. ഈ 5 വിധ ശുശ്രൂഷക വൃന്ദമാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഉള്ളത്. അവർക്കിട്ട ഔദ്യോഗിക പേരുകൾ തന്നെ ശ്രദ്ധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നേരം വെളുത്തപ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. പിന്നെ അവരുടെ പേര് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അപ്പോസ്തലന്മാർ എന്നാണ്, പുരോഹിതന്മാർ എന്നല്ല, മഹാപുരോഹിതൻ എന്നല്ല. കാരണം ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ഒന്നും താൻ സ്വീകരിക്കുന്നില്ല, താൻ ആർക്കും കൊടുക്കുന്നുമില്ല. അങ്ങനൊരു മതമുണ്ടാക്കുവാൻ തനിക്ക് ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഗോത്രം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, പ്രായം നോക്കാതെ 12 പേരെ അടുക്കൽ വിളിച്ച് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് അവരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കുകയും അപ്പോസ്തലന്മാരായി ഔദ്യോഗികമായി വിളിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അവർക്ക് ഔദ്യോഗികമായ ശുശ്രൂഷയ്ക്കായി എന്തെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശുവും അങ്ങനെയുള്ള ഔദ്യോഗിക വസ്ത്രങ്ങൾ ഒന്നും തന്നെ ധരിച്ചതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തല ശ്രേഷ്ഠനായ ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:11 അദ്ദേഹം പറയുകയാണ്, ഈ നാഴിക വരെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പത്രോസിൻ്റെയൊക്കെ ആ കാലഘട്ടമാണ്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും
ഉടുപ്പാൻ ഇല്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒരിടത്ത് ഇങ്ങനെ സ്ഥിരവാസം നയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ അനുഗ്രഹങ്ങൾ തുടർമാനമായിട്ട് ലോകമെമ്പാടും കൊടുക്കുന്ന ഒരു ക്രിസ്തീയ മാർഗമല്ല യേശുവിൻ്റെ മാർഗം. അവർക്ക് സ്ഥിരവാസമുണ്ടായിരുന്നില്ല, അവർക്ക് നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, പലപ്പോഴും അവർക്ക് നല്ല വസ്ത്രം ധരിക്കുവാൻ ഇല്ലാത്ത അവസ്ഥയുണ്ടായി. പൗലോസ് പറയുന്നത് കേൾക്കുക, ഉടുപ്പാനില്ലാതെയും. ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോസ്തലന്മാർ. അവർക്ക് പ്രത്യേകമായ വടിയോ മുടിയോ പ്രത്യേകമായ വേഷവിധാനങ്ങളോ ഒന്നും പഴയ നിയമ പുരോഹിതന്മാർക്കുണ്ടായിരുന്നത് പോലെ കൊടുത്തതുപോലെ യേശു കൊടുത്തതായിട്ടോ ഉള്ളതായിട്ടോ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ പഠിക്കുവാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല, അപ്പോസ്തലന്മാർക്ക് ആർക്കും സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നില്ല. യേശു ഒരു സിംഹാസനവും അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരുന്നില്ല. ഇത് സംബന്ധിച്ച് പത്രോസിൻ്റെ ഒരു ചോദ്യത്തിന് കർത്താവായ യേശു തന്നെ കൊടുക്കുന്ന മറുപടി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് യേശുവിനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. അവർക്കാർക്കും സിംഹാസനമുണ്ടായിരുന്നില്ല. പത്രോസിനും ഉണ്ടായിരുന്നില്ല, തോമസിനും ഉണ്ടായിരുന്നില്ല, ഒരു ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നില്ല. യേശു അത് കൊടുത്തിട്ടുമില്ല. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾക്ക് 12 സിംഹാസനമുണ്ടാകും. അത് ക്രൈസ്തവ സമൂഹത്തെ ഭരിക്കേണ്ടതിന് വേണ്ടിയല്ല, ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി. അതിപ്പോഴൊന്നുമല്ല. ഞാൻ മഹത്വത്തിൽ, ഞാൻ രാജാവായി, ഞാൻ ഭരിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന വേളയിൽ നിങ്ങൾക്കും 12 സിംഹാസനം ലഭിക്കും എന്നുള്ളതാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ആകയാൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേക വസ്ത്രമോ, ഇരിക്കാൻ പ്രത്യേക സിംഹാസനമോ, തലയിൽ ചൂടാൻ പ്രത്യേക മുടിയോ, കയ്യിൽ പിടിക്കാൻ പ്രത്യേക വടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു പകരമായിട്ട് അവരിൽ കൃപാവരങ്ങളുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. അവർ ശാസിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകുമായിരുന്നു. അവർ പ്രസംഗിച്ചാൽ പാപികൾ രക്ഷിക്കപ്പെടുമായിരുന്നു. അവർ കൈവച്ചാൽ ജനങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമായിരുന്നു. അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ മനസ്സുള്ളവരായിരുന്നു. അവർ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു. അവരിൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ആ ശുശ്രൂഷയുടെ മുദ്രയായി മാറ്റപ്പെട്ടത്. അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവായിരുന്നു അവരുടെ ഔദ്യോഗിക വസ്ത്രം, ഔദ്യോഗിക തൈലം, ഔദ്യോഗിക സിംഹാസനം, കിരീടം, മുടി, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടെ ശുശ്രൂഷയായിരുന്നു. യേശു അപ്പോസ്തലന്മാർക്ക് സിംഹാസനം കൊടുത്തില്ല, മുടി കൊടുത്തില്ല, വടി കൊടുത്തില്ല. അവർക്ക് കൊടുത്തത്, പോകുവീൻ ഭൂമിയുടെ അറ്റത്തോളം, സുവിശേഷം പ്രസംഗിപ്പീൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്നുള്ള കൽപ്പനയായിരുന്നു. അത് ശിരസ വഹിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നു. കൃപാവരങ്ങൾ അവരിലൂടെ വ്യാപരിച്ചു. അവർ പ്രസംഗിച്ചപ്പോൾ പാപികൾ രക്ഷിക്കപ്പെട്ടു. അവർ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. അവർ കൈവച്ചപ്പോൾ ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ ശാസിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി. അവിടെ ഇവിടെയായി ക്രിസ്തുവിന് അനുഗാമികളുണ്ടായി. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ വളർന്നിട്ടുള്ളത്, വളരുന്നത്, വളരേണ്ടത്. ക്രിസ്തു തൻ്റെ സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും പ്രത്യേകമായ വേഷമോ, ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായ ഭാഷയോ, ഇരിക്കുവാൻ പ്രത്യേകമായ സിംഹാസനങ്ങളോ, പ്രത്യേകമായ സ്ഥലങ്ങളോ വേർതിരിച്ചു കൊടുക്കാതെ സഭയിലുള്ള എല്ലാ അംഗങ്ങളെയും പുരോഹിതന്മാരായും അവരെ നയിക്കുന്നവരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും വിളിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ നിറം എന്തു തന്നെയാണെങ്കിലും,
നിങ്ങളുടെ ഭാഷ എന്തു തന്നെയാണെങ്കിലും ക്രിസ്തുവിൻ്റെ സഭയിൽ നിങ്ങൾക്ക് ഒരു രാജകീയ പുരോഹിതനാകാം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നതിലൂടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്നതിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിലൂടെ, പാപത്തോടും ദുരുപദേശത്തോടും വേർപെടുന്നതിലൂടെ, വിശുദ്ധിയോട് ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു രാജകീയ പുരോഹിതനാകാം. അവിടെ നിങ്ങൾ വിശ്വസ്തരായാൽ ക്രിസ്തുവിൻ്റെ സഭയിൽ ഒരു അപ്പോസ്തോലനോ ഒരു പ്രവാചകനോ ഒരു ഇടയനോ ഒരു ഉപദേശാവോ ഒരു സുവിശേഷകനോ ആകുവാൻ കർത്താവ് നിങ്ങളെ നിയോഗിക്കും. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ പൗരോഹിത്യ മേഖലകളിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഏത് ലേവ്യ പുരോഹിതനേക്കാളും ശ്രേഷ്ഠ പദവി ദൈവം അംഗീകരിക്കുന്ന ശ്രേഷ്ഠ ശുശ്രൂഷയായ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക്, പ്രവാചക ശുശ്രൂഷയിലേക്ക്, ഇടയ ശുശ്രൂഷയിലേക്ക്, സുവിശേഷക ശുശ്രൂഷയിലേക്ക്, ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഉയർത്തി കർത്താവ് നിങ്ങളെ ആദരിക്കും. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ലേവ്യ പൗരോഹിത്യം സ്വീകരിച്ചില്ല, ശിഷ്യന്മാർക്ക് കൊടുത്തില്ല, ശിഷ്യന്മാർ അതാർക്കും കൊടുത്തുമില്ല. എന്നാൽ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യം, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, ആ പൗരോഹിത്യത്തിന് മതത്തിൻ്റെ സിംഹാസനങ്ങളും വടിയും മുടിയും പ്രത്യേക വേഷവിധാനങ്ങളും ഒന്നുമില്ലെങ്കിലും അതവർക്കും ജനത്തിനും പ്രയോജനമുള്ളതും ദൈവനാമം മഹത്വപ്പെടുന്നതുമാണല്ലോ. ആ രാജകീയ പൗരോഹിത്യത്തിലേക്ക് എൻ്റെ പ്രേക്ഷകരെ നയിക്കണമേ. ദൈവസഭയിലുള്ള രാജകീയ പുരോഹിതന്മാരിൽ കർത്താവേ, അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി ചില അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടകന്മാരെയും സുവിശേഷകരെയും എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ഈ പ്രേക്ഷകരിൽ ചിലരെ എഴുന്നേൽപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.